ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ഒരു വ്യക്തിക്ക് മരണമാസന്നമായ സമയം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. മരണമാസന്നമായ സമയം മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് കലിമ ചൊല്ലിക്കൊടുത്തു. കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഞാനത് ചൊല്ലൂല എന്ന് മാത്രല്ല, അനബരീഉം മിൻഹാ, ഞാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ഒഴിവാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധമില്ല. ശിഷ്യന്റെ മരണം സംഭവിച്ചു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് വലിയ മനോവേദന, ദിവസങ്ങളോളം പുറത്തിറങ്ങിയില്ല. തന്റെ ശിഷ്യന്റെ മരണം മഹാനവറുകളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കി. എത്രമാത്രം സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന് എന്തുപറ്റി? അവസാന സമയം മഹാനവറുകൾക്ക് വല്ലാത്ത ടെൻഷൻ തന്നെ. ആ ടെൻഷനിലായി കഴിഞ്ഞുകൂടുന്ന ഒരു ദിവസമതാ തന്റെ ശിഷ്യനെ സ്വപ്നത്തിൽ കാണുന്നു. ശിഷ്യനോട് ചോദിക്കുന്നു, എന്തുപറ്റി നിനക്ക് കലിമ ചൊല്ലാൻ മരണസമയം സാധിക്കാതെ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ശിഷ്യന്റെ മറുപടി, ഉസ്താദേ, ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നെങ്കിലും എനിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എന്റെ സ്നേഹിതന്മാരെ, എന്റെ സ്വദീഖന്മാരുടെ ഉയർച്ചയിലും വളർച്ചയിലും, എന്റെ സ്വദീഖന്മാർക്ക് ഉസ്താദിന്റെ അടുക്കലുള്ള സ്ഥാനത്തിലും അംഗീകാരത്തിലും എനിക്ക് വിഷമം വന്നപ്പോൾ, അവരോട് കടുത്ത അസൂയ വന്നപ്പോൾ, ഹസദ് വന്നപ്പോൾ, ചതി വന്നപ്പോൾ, ഞാൻ അസൂയ കാരണം പല ഫിതനകളും പറഞ്ഞിരുന്നു, അവരോട് കടുത്ത ശത്രുത പുലർത്തിയിരുന്നു, ഹസദ് വെച്ചിരുന്നു. ആ ഹസദ് കാരണം എന്റെ ആഖിബത്ത് നഷ്ടമായി പോയി. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാൾക്ക് അല്ലാഹു സ്ഥാനം കൊടുക്കുമ്പോൾ, ഒരാൾക്ക് അല്ലാഹു ഉയർച്ച കൊടുക്കുമ്പോൾ, അത് ഏത് നിലക്കാണെങ്കിലും, ഇൽമിലാണെങ്കിലും സമ്പത്തിലാണെങ്കിലും മറ്റ് ഏത് നിലക്കുള്ള സ്ഥാനമാനങ്ങൾ അല്ലാഹു കൊടുക്കുന്നത് അത് അല്ലാഹ് ഉദ്ദേശിച്ച ആളുകൾക്ക് അവന്റെ ഔദാര്യമായി അല്ലാഹ് നൽകുന്നതാണ്. അതിന് നാം പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കത് മറ്റൊരാളുടെ നിഅമത്തിൽ നാം അത് കാണുമ്പോൾ, അറിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കുക, മനസ്സിങ്ങനെ വിഷമിക്കുക. അയാളൊന്ന് തകർന്നു കിട്ടിയെങ്കിൽ, അയാളൊന്ന് പ്രയാസപ്പെട്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയെങ്കിൽ, അയാൾ ഇല്ലാണ്ടായി പോയെങ്കിൽ എന്ന ചിന്ത വരെ. അതിനുവേണ്ടി പലതും പറയുക, പലവരോടും പറയുക, കുത്തുവാക്കുകൾ പറയുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, തെറ്റിദ്ധാരണ പരത്തുക. ഈ ദുസ്വഭാവം, ഈ ദുഷിച്ച ചിന്ത, ഹസദ്, അത് എത്ര നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ആ നന്മകൾ മുഴുവനും കത്തുന്ന തീയിൽ വിറക് വെച്ചാൽ എത്ര പെട്ടെന്ന് ആ വിറക് കരിയായിട്ട് തീരും, വെന്ത് തീരും. അതിനേക്കാളും കടുപ്പത്തിൽ എത്ര നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഹസദുള്ള ഖൽബാണോ, അസൂയക്കാരനാണോ, എന്നാൽ അവന്റെ സർവ്വ സൽക്രമങ്ങളും അല്ലാഹുവിങ്കൽ സ്വീകാര്യ ഇല്ല എന്ന് മാത്രമല്ല, അത് മുഴുവനും നഷ്ടമായി പോകുന്നതാണ്. ഇപ്പൊ അങ്ങനെയാണ്. ഖാദിമാർക്ക് ഖാദിമാരോട് അസൂയ, തങ്ങന്മാർക്ക് തങ്ങന്മാരോട് അസൂയ, ഉസ്താദുമാർക്ക് ഉസ്താദുമാരോട് അസൂയ, ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരോട് അസൂയ, അല്ലേ? തൊട്ടപ്പുറമുള്ള അയൽവാസികൾ, അവർക്കൊരു വലിയ സൗഭാഗ്യം കിട്ടിയാൽ ഇപ്പുറത്തുള്ള ആള് അതിൽ വേദനിക്കുന്നു. തന്റെ തൊട്ടപ്പുറത്തുള്ള കച്ചവടക്കാരന് നല്ല കച്ചവടം വരുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. അതൊന്ന് തകർന്നു കിട്ടിയെങ്കിൽ, അവനൊന്ന് ഇല്ലാണ്ടായി കിട്ടിയെങ്കിൽ എന്ന ചിന്ത. അതാണ് ഹസദ്. ആ ഹസദ് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആർക്ക് എന്ത് സൗഭാഗ്യം അള്ളാഹ് കൊടുത്താലും അതിൽ ഈമാനുള്ള ആളുകൾ സന്തോഷിക്കുക. അതിൽ നമ്മൾ അസൂയ പുലർത്തിയിട്ട് കാര്യമില്ല, അവരെ മോശമായി ചിത്രീകരിച്ചിട്ട് കാര്യമില്ല, അവരെ സംബന്ധിച്ച് ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും പരത്തിയിട്ട് കാര്യമില്ല. അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അത് ആർക്ക് അള്ളാഹ് കൊടുത്താലും അത് റബ്ബിന്റെ ഔദാര്യമാണ്. അതിൽ നാം സന്തോഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. അതാണ് ഈമാന്റെ ചിന്ത, അതാണ് ഇഖ്ലാസിന്റെ ചിന്ത, അതാണ് മുത്തഖീങ്ങളുടെ ഖുലുഖ്, അതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ ആ രൂപത്തിലായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ഇജ്തിനാബു ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹ് കൽപ്പിച്ചത് എടുക്കുക, വിരോധിച്ച കാര്യങ്ങൾ മാറ്റിവെക്കുക. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, കള്ളം പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവൃത്തികളിലും നാം ഏർപ്പെടണ്ട. ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാഅക്കണ്ട. വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട. ലഹരിയുടെ മയക്കുമരുന്നിന്റെ അടിമകളായി മാറണ്ട. അതുമായിട്ട് നാം ഒരു നിലക്കും ഇടപെട്ടു പോകരുത്. പലിശയുമായിട്ട് ഇടപെടരുത്. ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന പരമ്പര അത് സുന്നികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു പുത്തൻവാദിക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന പരമ്പര അവകാശപ്പെടാൻ അർഹതയില്ല. അവർക്കതിന് പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലുസുന്നയാണ്, സുന്നി പ്രസ്ഥാനമാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഖൈറാത്ത് ബറകാത്ത് ഏറ്റിത്തരണം അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ നീ പരിഹരിക്കണം അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണം അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. ഈ നാട്ടിലും നാട്ടുകാരിലും ഇവിടുത്തെ ഈ മജ്ലിസ് സംഘടിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരിലും ഇതിന്റെ വളണ്ടിയർമാർ പ്രവർത്തകർ കൂടിയ എല്ലാ ജനങ്ങളിലും നീ ഖൈറാത്ത് ബറകാത്ത് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ.